ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു കലത്തപ്പമാണ്. നമ്മൾ മുൻപ് ലേഡീസ് പ്ലാനറ്റിൽ പലതരത്തിലുള്ള കലത്തപ്പത്തിൻ്റെ റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്ക് തന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ജബ്ബാർ ജബ്ബു ആണ്. ജബ്ബാർ ജബ്ബു നമ്മുടെ നല്ലൊരു സബ്സ്ക്രൈബറാണ്. നമ്മുടെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് ഫോട്ടോസ് അയച്ചു തരാറുണ്ട്. നമ്മൾ 2 ദിവസം മുൻപ് ഒരു വെട്ട് കേക്കിൻ്റെ റെസിപ്പി ചെയ്തല്ലോ. ആ വീഡിയോ കണ്ടിട്ട് അപ്പോൾ തന്നെ ട്രൈ ചെയ്ത് ഫോട്ടോസൊക്കെ അയച്ചു തന്നിരുന്നു. ഒരുപാട് സന്തോഷം. അവരുടെ ഷോപ്പിൽ അത് വിൽക്കാനൊക്കെ വെച്ചിട്ട് നല്ല സെയിലുണ്ടായി എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ. ഇനിയും ഇതുപോലുള്ള റെസിപ്പീസൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് തരണം. ജബ്ബാർ ജബ്ബു മാത്രമല്ല, ഈ വീഡിയോ കാണുന്ന ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് തരാം. നമ്മുടെ മെയിൽ ID-യിലേക്കോ അല്ലെങ്കിൽ FB പേജിലോ ഷെയർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കലത്തപ്പം തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് വെച്ച പച്ചരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മിക്സിയുടെ ജാറിൽ 2 തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇതിൻ്റെ പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചരി ഒരു 2 മണിക്കൂർ, മിനിമം ഒരു 2 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചാൽ മതി. ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് പച്ചരി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കണം. 1 കപ്പ് പച്ചരി എടുക്കുമ്പോൾ 1/2 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. ഈ 1/2 കപ്പിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം, അതായത് ചെറിയ ജീരകം. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കലത്തപ്പത്തെ സ്പെഷ്യലാക്കുന്ന ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ക്യാരറ്റ് അരച്ചതാണ്. അപ്പോൾ ഞാനിവിടെ 2 വലിയ ക്യാരറ്റ് അരച്ചെടുത്തതാണ്. വേവിക്കൊന്നും ചെയ്തിട്ടില്ല, പച്ചയ്ക്ക് തന്നെയാണ് അരച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് നോക്കുമ്പോൾ ഒരു 3/4 കപ്പോളം ക്യാരറ്റ് അരച്ചതുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മാക്സിമം കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാരറ്റ് അരച്ചതിൽ നിന്നും പകുതി മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് പച്ചരിയും ചോറും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കിയുള്ള ക്യാരറ്റ് അരച്ചതും 1/4 ടീസ്പൂൺ ജീരകവും അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ അരി അരച്ചത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ കലത്തപ്പം നല്ല മധുരമുള്ളതാക്കണ്ടേ. കലത്തപ്പം എന്ന് പറയുമ്പോൾ തന്നെ നല്ല മധുരമുള്ളതാണ് നമുക്ക് ഓർമ്മ വരിക. മധുരം ഇല്ലാത്തതും ഉണ്ട്, പക്ഷെ നമുക്ക് കൂടുതലായിട്ട് ഓർമ്മ വരുന്നത് മധുരമുള്ള കലത്തപ്പം. അപ്പോൾ ഈ ഒരു കലത്തപ്പത്തിലേക്ക് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് പഞ്ചസാരയാണ്. നമ്മൾ സാധാരണ കലത്തപ്പം ഉണ്ടാക്കുമ്പോൾ ശർക്കരയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കുന്നത്. കാരണം നമ്മുടെ ക്യാരറ്റിൻ്റെ ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് പഞ്ചസാര താല്പര്യമുണ്ടെങ്കിൽ ശർക്കര തന്നെ ചേർക്കാം. ശർക്കര ഒരു മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ഒരു സോസ് പാനിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ശർക്കര എടുത്തിട്ട് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും, നമ്മൾ ഈ ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ പോരെയെന്ന്. അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ്. കാരണം ഇതുപോലെ ഇങ്ങനെ ചൂടോട് കൂടെ ഈ ബാറ്ററിലേക്ക് ഈ പഞ്ചസാര പാനി ചേർക്കുമ്പോൾ നമ്മുടെ കലത്തപ്പം ഒന്നുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മളിവിടെ പഞ്ചസാര മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടോടെ തന്നെ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാറ്ററിലേക്ക് പഞ്ചസാര പാനി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ബേക്കിംഗ് സോഡ ചേർക്കണ്ട. ഇതൊന്നും കൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് അരിപ്പൊടി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കലത്തപ്പത്തിൻ്റെ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഒരുപാട് പേര് നല്ല ഫീഡ്ബാക്ക്സ് അറിയിച്ചൊരു വീഡിയോ ആയിരുന്നു അത്. ജീവിതത്തിൽ ആദ്യമായിട്ട് കലത്തപ്പം ഉണ്ടാക്കി റെഡിയായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ്സ് അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ നിങ്ങൾ ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണം. കണ്ടിട്ട് ആ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിൽ നമ്മൾ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല. പിന്നെ അരിയൊന്നും കുതിർത്ത് വെക്കണ്ട. നമുക്ക് പെട്ടെന്ന് കലത്തപ്പമൊക്കെ വേണം, ഈവനിങ് സ്നാക്കായിട്ട് ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കലത്തപ്പം റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ചേർക്കുന്ന എണ്ണയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ കുറഞ്ഞത് 1 ടേബിൾ സ്പൂണെങ്കിലും ചേർത്ത് കൊടുക്കണം. എണ്ണ വല്ലാതെ കുറഞ്ഞു പോയാൽ നമ്മുടെ കലത്തപ്പം അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അല്പം ചുവന്നുള്ളി അരിഞ്ഞത് ചേർക്കാം. ഞാനിവിടെ ഒരു 6 ചുവന്നുള്ളി ചെറുതാക്കി മുറിച്ചെടുത്തതാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ തേങ്ങാക്കൊത്തൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ചുവന്നുള്ളി നല്ല ഗോൾഡൻ നിറത്തിൽ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ബാറ്ററി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുക്കറിലേക്ക് ബാറ്ററി ഒഴിക്കുന്ന സമയത്ത് ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഈ ബാറ്ററി ഒഴിച്ച ഉടനെ തന്നെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഈ ഒരു കലത്തപ്പത്തിൻ്റെ അരികു മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് പ്രഷർ കുക്കർ മൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ കുറച്ച് നല്ല ജീരകം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്. തേങ്ങാക്കൊത്തൊന്നും ഇല്ലല്ലോ, അപ്പോൾ ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഒരു 1 മിനിറ്റൊക്കെ ആയ സമയത്ത് നമ്മുടെ കലത്തപ്പത്തിൻ്റെ അരികു ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് പ്രഷർ കുക്കർ മൂടി വെച്ച് അതിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റാം. വെരി ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കലത്തപ്പം റെഡിയായിട്ട് കിട്ടും. ഇപ്പോൾ ഇത് വെരി ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിത് തുറന്നിട്ട് നമ്മുടെ കുക്കറപ്പം കുക്കായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കണം. ഈ സ്ക്യൂർ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്നാണ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ മൂടി ഇത് നന്നായിട്ട് തണുക്കുന്നത് വരെ, അതായത് പ്രഷർ കുക്കർ നന്നായിട്ട് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. എന്നാലാണ് നമുക്കിത് അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രഷർ കുക്കർ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കുക്കറപ്പം പുറത്തെടുക്കണം. ഞാനിതിന് മുൻപ് ചൂട് പോകാനുള്ള ആ ഒരു ക്ഷമയൊന്നും ഇല്ലാതെ ഇത് പുറത്തെടുത്തപ്പോൾ ഇത് പൊട്ടിപ്പോയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. കുക്കർ നന്നായിട്ട് തണുത്തിട്ട് തന്നെ ഇത് കുക്കറിൽ നിന്ന് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നോക്കൂ, നമ്മൾ ഈ പ്രഷർ കുക്കർ നന്നായിട്ട് തണുത്തിട്ട് ഇത് പുറത്തെടുക്കുമ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മുടെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നോക്കൂ, നല്ല ആരൊക്കെ എടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പമാണ്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ക്യാരറ്റ് കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ റെസിപ്പി അയച്ചു തന്ന ജബ്ബാർ ജബ്ബുവിന് ഒരിക്കൽ കൂടി നന്ദി. ഇനി ഇതുപോലുള്ള റെസിപ്പീസൊക്കെ അയച്ചു തരണം കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഫോട്ടോസ് ഉണ്ടെങ്കിൽ FB പേജിലോ മെയിൽ ID-യിലോ സെൻഡ് ചെയ്ത് തരിക. നമ്മുടെ FB പേജ് ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതും പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്